9 വർക്കുകൾ കൊണ്ട് കിടിലമാക്കാൻ എല്ലാവരും കയറി വായോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിൻസ്കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, നമ്മളിന്ന് പാവപ്പെട്രോളിൻ്റെ ഫാമിലിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഫോട്ടോയൊക്കെ നമ്മൾ കാണിച്ചല്ലോ, അപ്പോൾ ആദ്യമേ ആരാന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ റെഡി ചെയ്തെടുക്കാൻ പോകുന്നത്. മാർഷൽ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഷോർട്സിൽ മാത്രമേ ഉള്ളായിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മളത് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഫാമിലി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ മാർഷലിനെ ആദ്യമേ ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. തന്നെയല്ല, ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത് മാർഷലിനെ മാത്രമാണ്. ബാക്കിയൊക്കെ ഏകദേശം ഈ ഒരു മോഡൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് ചില വ്യത്യാസങ്ങളുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ഇനി എടുത്ത് കാണിക്കാൻ പോകുന്നത്. ബാക്കി ഓരോരുത്തരുടെ ആയിട്ട് നമുക്ക് വീഡിയോസ് കാണാനുണ്ട്. അപ്പോൾ ദേ മാർഷലിൻ്റെ കണ്ടോ നമ്മൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് കേട്ടോ ഓരോരോ പുതിയ വീഡിയോ വരുന്നതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ദേ കണ്ടോ, ഇങ്ങനെയൊന്ന് വായൊന്ന് എല്ലാ ഡോഗ്സും, ആ ഒരു പാവപ്പെട്രോളിലെ എല്ലാ ഡോഗ്സും ചിരിക്കുന്നതായിട്ട് വാ തുറന്ന് നാക്ക് നീട്ടി പുറത്തോട്ടിട്ട് ചിരിക്കുന്നതായിട്ടാണ് കേട്ടോ. ആ ഒരു തീമാണ് നമ്മൾ എല്ലാത്തിലും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർഷലിന് മാത്രമേ ഉള്ളൂ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ കാണിക്കുന്നത്. മാർഷലിൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ റെഡ് കളറാണല്ലോ. എല്ലാവരും കാണാറുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർഷലിനെ കൂടുതൽ പേർക്കും പിള്ളേർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം മാർഷലാണല്ലോ കൂടുതലും തമാശകൾ കാണിക്കുന്നത്. അപ്പോൾ മാർഷലിൻ്റെ തൊപ്പിയും റെഡാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തു. പിന്നെ ലാസ്റ്റിലായിട്ട് പാവപ്പെട്രോളിൻ്റെ ആ ഒരു സിമ്പലും കൂടെ തൊപ്പിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് എല്ലാ ഡോഗ്സും നമ്മൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത്തരത്തിലൊന്ന് കാല് മടക്കി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും സിമ്പലുകൾ ഓരോ കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ആ കാൽപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ചേസാണ്. ചേസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മാർഷലിൻ്റെ ചെയ്ത പോലെ തന്നെയാണ് ഫേസ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്. പിന്നെ ചെവിക്കും ഒക്കെ ഒന്ന് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ചെവിയൊക്കെ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ അതിന് ശേഷം മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രൗൺ കളറിൽ കൂടെ വരയുണ്ട്. അതേപോലെ തന്നെ ബോഡിക്കും ഈ ഒരു ഡാർക്ക് കളറ് ഉള്ളതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഭാഗം എല്ലാത്തിനും ഞാൻ വൈറ്റ് റൗണ്ട് കൊടുത്തിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി കൊടുത്ത് അതിൽ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പം നമ്മുടെ ചേസിൻ്റെ ബോഡി കളറല്ല, നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ബ്ലൂ യെല്ലോ കോമ്പിനേഷൻ ആയതുകൊണ്ട് ആ കളറിലാണ് അവൻ്റെ ബോഡി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കാലുമൊക്കെ നോർമലി ചേസിനൊന്നല്ല എല്ലാത്തിനും നമ്മൾ ഇരിക്കുന്നതായിട്ട് മാർഷലിന് കൊടുത്ത സെയിം രീതിയിലാണ് കാലും കൈയും കൊടുത്തു വരുന്നത്. അടുത്തതാണ് നമ്മുടെ സ്കൈ. അപ്പം ഇനി സ്കൈ കുറച്ചുകൂടെ ബ്യൂട്ടിയാണല്ലോ. അപ്പം സ്കൈയുടെ ഒരു തരം ഓറഞ്ച് കളറാണ്. ഫ്രണ്ട് മൂക്കിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ള ഒരു ലൈറ്റ് കളർ വരുന്നത്. കണ്ടോ, അതേപോലെ തന്നെ വാ തുറന്ന് ചിരിക്കുന്നതായിട്ടാണ് എല്ലാത്തിനും ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഓറഞ്ച് കളർ ആയിരുന്നില്ല കേട്ടോ. സത്യത്തിൽ ഇതിനകത്ത് ഞാൻ വൈറ്റ് കളറൂടെ ചേർത്ത് ആഡ് ചെയ്തതാണ് ഈ ഒരു മിക്സിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കണ്ണും എല്ലാം ഉണ്ടാക്കി. പിന്നെ മുടി പോലെ കുറച്ച് മുമ്പിലോട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരികമൊക്കെ എടുത്ത് കാണുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ ഇതായതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടെ ഒരു ഇതിലാണ്. പിന്നെ എൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാത്തിൻ്റെ ഇടയ്ക്ക് കേട്ടോ ക്രാഫ്റ്റിംഗ് കമ്പി കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നേരെ ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മളത് ഒടിഞ്ഞു മടങ്ങി പോകുമല്ലോ. സംഗതി ഉണങ്ങി വരുമ്പം തെർമോക്കോൾ പോലെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസൊക്കെ കുറവായിരുന്നു, ഒരാഴ്ചയോളമായി. കാരണം വേറൊന്നുമല്ല, വലിച്ചോന് നല്ല പനിയായിരുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്തിടാനോ ഒന്നുമുള്ള സൗകര്യവും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യവും അല്ലായിരുന്നു, നമുക്ക് ആ ഒരു പറ്റത്തില്ലായിരുന്നു മാനസികാവസ്ഥ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഇടാഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. അടുത്തത് റോക്കിയാണ്. റോക്കിയുടെ കവിളിൻ്റെ സൈഡിലായിട്ട് കുറച്ചൊന്ന് ഒരു ചെറിയ ഹെയർ ഉള്ള പോലെ കിടക്കാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒന്ന് എടുത്ത് കാണിക്കുന്നത്. ശേഷം നമ്മൾ ചിരിക്കുന്ന പോലെ തന്നെ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളേഴ്സൊന്നും
സ്യൂട്ടൊന്നും ആയി വരത്തില്ല, പക്ഷേ എന്നാലും ചെറിയൊരു മാച്ചിങ് ഉള്ള പോലത്തെ കളേഴ്സ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കളേഴ്സൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തൊപ്പിയുടെ കളറ് ഇങ്ങനെ വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനായിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യം പിന്നെ ചെവി കണ്ടോ, ചെവിക്കും മറ്റുള്ളതിനെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് ഇങ്ങനെ ഒന്ന് ആക്കി സെറ്റാക്കി എടുക്കും. അടുത്തത് 5th വൺ എവറസ്റ്റാണ്. എവറസ്റ്റിൻ്റേത് ഒരു വയലറ്റ് കളറാണ്. അതിൻ്റെ ഫ്രണ്ട് ഫേസിൽ മാത്രമാണ് ഒരു വൈറ്റ് ഷെയ്ഡുള്ളത്, വൈറ്റ് കളറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയലറ്റ് വെച്ച് ആദ്യം ബാക്കിലത്തെ ഭാഗമൊക്കെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഇതിൻ്റെയും ഫേസിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് കേട്ടോ, ഇങ്ങനെ ഹെയർ ഉള്ള പോലെ കവളിൻ്റെ അവിടെ എടുത്ത് കാണുന്നതുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ പിന്നീട് വൈറ്റ് വെക്കുകയായിരുന്നു ചെയ്തത്. അപ്പം പക്ഷേ എവറസ്റ്റിൻ്റേത് എനിക്ക് കുറച്ച് പിഴവ് പറ്റിപ്പോയെന്ന് വെച്ചാൽ പിരികൊക്കെ വെച്ചപ്പോൾ ഉണ്ടല്ലോ ആരാണ്ട് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫേസായി പോയി സംഗതി. ഒരു പുരികത്തിൻ്റെയാണ്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ചെറുതായിട്ട് പറ്റിപ്പോയി. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം അതൊരുവിധം പിരികെടുത്ത് മാറ്റാനൊക്കെ ഞാൻ നോക്കി. പക്ഷേ ഹെയർ ആയതുകൊണ്ട് തന്നെ മാറുമ്പം കൂടെ ബാക്കിലുള്ളതുകൂടെ കയറി വരുമായിരുന്നു. അപ്പോൾ അത് എവറസ്റ്റ് റെഡിയായിട്ട് 6ാമത്തെ സൂമയാണ്. സൂമ ഉണ്ടാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു ബ്രൗൺ കളർ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ നമ്മൾ കൂടെ അഡീഷണലായിട്ടൊന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല. സൂമയുടെ തൊപ്പിക്കായിരുന്നു കുറച്ച് വ്യത്യാസമുള്ളത് മറ്റുള്ളവരെ അപേക്ഷിച്ച്. ഇത്തരത്തിലുള്ള ഒരെണ്ണമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഓറഞ്ച് കളർ വെച്ച് അതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് ബോഡിയോട് ചേർന്ന് എല്ലാത്തിനും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് കാണിച്ചിരുന്നില്ല. അപ്പോൾ അത് കംപ്ലീറ്റായി. 7th വണ്ണാണ് നമ്മുടെ റൈഡറാണ്. അപ്പോൾ ലാസ്റ്റ് ആകെയുള്ളൊരു ഹ്യൂമൻ അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈഡറിന് ഞാൻ വട്ടത്തിലൊന്ന് ഫേസ് വെച്ചിട്ട് ഒരു അമ്പിളിമാമനെയൊക്കെ കാർട്ടൂണിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു ഫേസ് വെച്ച് മൂക്കൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ കണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് ഒരു ഹ്യൂമൻ എന്നുള്ളൊരു രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ലിപ്സൊക്കെ അഡീഷണൽ ഒരു ചെറിയ രീതിയിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തു. പിന്നെ ഹെയർ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുത്തു. അതിന് ശേഷം മേപ്പോട്ട് ഇങ്ങനെയൊരു ഫ്രീക്കൻ ലുക്കുണ്ടല്ലോ പുള്ളിയുടെ ഹെയർ, അതൊന്ന് മേപ്പോട്ട് എഴുതി കൊടുത്തേ. പിന്നെ പുള്ളിയുടെ ഡ്രസ്സ് കോട്ട് പോലൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലുള്ളത് ഒരു റെഡ് കളറായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ടീഷർട്ട് അകത്ത് ഇട്ടേക്കുന്ന പോലുണ്ട്, അതൊരു വൈറ്റ്. പിന്നെ അതിൻ്റെ പുറമേ ആയിട്ട് കുറച്ച് ഡിസൈൻസൊക്കെ ഈ യെല്ലോ ബ്ലൂ കളറൊക്കെ വെച്ചുണ്ട്. പിന്നെ കൈയുടെ കോട്ട് പോലത്തെ തന്നെ കൈയുടെ അവിടെ ബ്ലൂ ആണ്. പിന്നെ പാൻറ്റ് നോർമലി പാൻറ്റിൻ്റെ കളർ തന്നെ. ഇത് ഞാൻ ബ്ലൂ വൈറ്റ് ബ്ലാക്ക് മിക്സ് ചെയ്താണ്. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് എല്ലാം ബോഡി കളറാണ്, ലൈറ്റ് ബോഡി കളറാണ്. അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കൈ കെട്ടി നിൽക്കത്തില്ലേ, ആ ഒരു മോഡലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതേ അങ്ങനെ ഒന്ന് കൊടുത്തു. വൈറ്റ് കളറാണ് ടീഷർട്ടിൻ്റെ കൈ, അതുകൊണ്ടാണ് വൈറ്റ് ഫുള്ള് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ചെരുപ്പിൻ്റെ ഷൂസ് റെഡാണ് കാണുന്നത്. അപ്പോൾ അതുകൂടെ ചെയ്ത് സെറ്റാക്കി നമുക്ക് റൈഡറേയും കൂടെ നിർത്തുമ്പോഴത്തേനും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ഏകദേശം ഒരു പകുതി വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ക്യാരക്ടേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ മോക്സിലിൻ്റെ ഡബ്ബയാണ് ഇത് കേട്ടോ, പീഡിയാട്രിക് വലിച്ചോൻ്റെ തന്നെ. അത് വെച്ച് നമ്മളൊന്ന് ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണത്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് പാവപെട്രോളിൻ്റെ ആ ഒരു എഴുതി വരുമ്പോൾ ഉള്ള ഡിസൈൻ ഉണ്ടല്ലോ, അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് റെഡ് കളർ വെച്ചിട്ട്. അതിനുശേഷം അതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ ബോർഡർ പോലെയും കൂടെ ബ്ലൂ വൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പട്രോൾ എഴുതുന്നത് ഒരു എല്ല് പോലത്തെ ഒരു ഷേപ്പിലാണ്, ഈ പട്ടി കടിച്ചെടുക്കുന്ന എല്ല് പോലെ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വളഞ്ഞാനിരിക്കുന്നത് അതും കൂടെ ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് പട്രോൾ എന്ന് എഴുതി കൊടുക്കുന്നു. പിന്നെ സൈഡിൽ നിന്ന് ഒരു ബ്ലൂ കളർ വെച്ച് ചുമ്മാ ഒരു ഡിസൈന് കൊടുക്കുകയാണ്. ചുമ്മാ ഒന്ന് വലിച്ച് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നു. പിന്നെ മുകളിലായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പിങ്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
അതിനുശേഷം വേണം നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചും ഇതിൻ്റെ മുകളിലായിട്ട് നിർത്തിയെടുക്കുക. എല്ലാവരെയും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ നമ്മുടെ എല്ലാ കക്ഷികളും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡോഗ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരെയും കൂടെ ഇവിടെ കയറ്റി നിർത്താം. ഓരോരുത്തരെ വെച്ച് ഓരോ അളവിൽ വെച്ച് കയറ്റി നിർത്താം. അപ്പോൾ അതേ ഇങ്ങനെ ഓരോരുത്തരെ വെച്ച് കയറ്റി നിർത്തി നമ്മൾ നേരെയാക്കി നോക്കുമ്പോൾ എല്ലാവരെയും കാണത്തക്ക രീതിയിൽ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.